ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ സൗണ്ട് വളരെ മോശമായതുകൊണ്ട് ഒന്ന് മാറ്റി റീ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അന്ന് കണ്ടവർ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. 5.1 ഹോം തിയേറ്റർ നമ്മളുടെ സാധാരണ റൂമിൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഭൂരിഭാഗം മലയാളികളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള ടൈപ്പ് ഹോം തിയേറ്റർ ഉണ്ടാവുക. ഇനിയിപ്പോ കുറച്ച് കൂടിയ ടൈപ്പ് റിസീവറോ ഒക്കെ ആയാലും 5.1 ടൈപ്പ് അല്ലാതെ 7.1 അല്ല 5.1 സാധാരണ 5.1 ടൈപ്പ് ഒരു റൂമിൽ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിപ്പോ ഒരു വലിയ റൂമാണ്. ഇപ്പൊ നമ്മളുടെ സാധാരണ ഒരു വീട്ടിലെ ഹാൾ ഇതിനെക്കാട്ടുണ്ടാവും, ചിലത് ഈ വലുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഈ TV വെച്ചുള്ള ഈ റൂമിന്റെ സെന്ററിലാണ്. ഇപ്പൊ സാധാരണ നമ്മളെ നാട്ടില് ഓരോ വീടുകളിൽ പോയാല് ഒരു ഹോം തിയേറ്റർ ഒക്കെ സെറ്റപ്പ് ആക്കിയ കണ്ടാല് എങ്ങനെയാന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. ഞാൻ എന്റെ സർവീസിന്റെ ഭാഗമായിട്ട് ഏകദേശം എന്റെ അറിവിൽ ഒരു 1000 കണക്കിന് വീടുകളിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ കണ്ടിട്ടുള്ളത് ഏകദേശം 90% ഇങ്ങനെയാണ്. അതായത് ഇതിപ്പോ ഒരു സാധാരണ ഹോം തിയേറ്റർ ആണ്. അപ്പൊ ഇത് വെച്ചിട്ടുണ്ടാവുക ചില വീടുകളിൽ ഈ ടിവിയുടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടിവിയുടെ ഈ ഭാഗത്ത്. പിന്നുള്ളത് ഫ്രണ്ട് റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടിവിയുടെ നേരെ തിരിഞ്ഞിരിക്കുമ്പോ വലത് ഭാഗത്ത് ഈ ഭാഗത്ത്. അതേപോലെ തന്നെ പിന്നെ FL ഫ്രണ്ട് ലെഫ്റ്റ് ഈ ഭാഗത്തായിട്ട് വരാം. പിന്നെ വരാനുള്ളത് സെന്റർ ഈ ഭാഗത്ത്, അതായത് ടിവിയുടെ താഴത്ത് അല്ലെങ്കിൽ ടിവിയുടെ മേലെ. ഇപ്പൊ ഫ്രണ്ടിലുള്ള എല്ലാ സാധനവും ഇനിയുള്ളത് സറൗണ്ട് ആണ്. SL അതായത് സറൗണ്ട് ലെഫ്റ്റ് എന്നുള്ളതിന് SL, ചിലതിന് RL എന്നുണ്ടാവും, അതായത് റിയർ ലെഫ്റ്റ് അല്ലെങ്കിൽ സറൗണ്ട് ലെഫ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പൊ SL എന്ന് പറയുന്നത് സറൗണ്ട് ലെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടിവിയുടെ നേരെ ഫേസ് ചെയ്തിരിക്കുമ്പോ ലെഫ്റ്റ് സൈഡിൽ. അതേപോലെ SR അല്ലെങ്കിൽ RR ഉണ്ടാവും, റിയർ റൈറ്റ് അല്ലെങ്കിൽ സറൗണ്ട് റൈറ്റ്, നമ്മളെ ടിവിയുടെ നേരെ ഫേസ് ചെയ്തിരിക്കുമ്പോ ബാക്കിൽ വലത് ഭാഗത്ത്. ഇപ്പോ ചാനലൊക്കെ സെറ്റ് ചെയ്യാൻ ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പോയിട്ട് കണ്ടിട്ടുള്ള എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് പല വീടുകളിൽ പോയിട്ട് കണ്ടിട്ടുള്ള എങ്ങനെയാന്ന് വെച്ചാൽ, സബ്വൂഫർ ഈ പറഞ്ഞ ഈ സ്ഥലത്ത് തന്നെയാ വെച്ചിട്ടുള്ളത്. സെൻട്രൽ ചാനല് അപ്പൊ അത് വെച്ചിട്ടുണ്ടാവുക ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഈ സാധനത്തിന്റെ മുകളിൽ, അല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ തൂക്കിയിട്ടുണ്ടാവും. പിന്നുള്ളത് ഫ്രണ്ട് റൈറ്റ്, അതുണ്ടാവുക അവിടെ നമ്മളെ തല തട്ടാതെ, അതായത് ആരും തട്ടാതെയോ പൊട്ടാതെയോ ഇരിക്കാൻ വേണ്ടിയിട്ട് അത്ര ഉയരത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഇതും അതിനെക്കാട്ടും ഉയരത്തിലായിരിക്കും സറൗണ്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ശരിക്കും നമ്മളെ സറൗണ്ട് സ്പീക്കർ അങ്ങനെയല്ല വെക്കേണ്ടത്. ഇപ്പൊ ഫ്രണ്ട് റൈറ്റ് നമ്മൾ ടിവിയുടെ നേരെ, അതായത് ഈ TV നിൽക്കുന്ന ആ ഹൈറ്റിന് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് താഴോട്ടാ വെക്കണ്ടേ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ്, ചെയർമിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇരുന്നിട്ടാണ് ഇത് നമ്മളുടെ TV കാണുക. അപ്പൊ കാണുമ്പോ ഉണ്ടാവും എന്റെ തലയുടെ അതേ ഹൈറ്റിൽ തന്നെയാണ് TV നിൽക്കുന്നത്. അപ്പൊ നമ്മളുടെ ചെവിയുടെ അതേ ഹൈറ്റിലായിരിക്കണം എല്ലാ സ്പീക്കറുകളും നിൽക്കേണ്ടത്. ഇത് ഈ പറയുന്നത് അറ്റ്മോസ് സ്പീക്കറിനെ പറ്റിയല്ല, പക്ഷേ ആ ഓവർഹെഡ് അറ്റ്മോസിൽ വരുമ്പോഴും നമ്മളെ ചാനൽ സ്പീക്കർ, അതായത് ഫ്രണ്ടും സെന്ററും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഹൈറ്റ് തന്നെ ഉണ്ടാവുക, നമ്മുടെ സീറ്റിംഗ് ഹൈറ്റ് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് താഴോട്ട് മാക്സിമം പോയാൽ നിൽക്കുന്ന ഹൈറ്റിലാണ് മിനിമം സ്പീക്കർ വരേണ്ടത്. അപ്പൊ സബ്വൂഫറിന്റെ കാര്യം ലാസ്റ്റ് പറയാം. നമ്മൾ ആദ്യം ഫ്രണ്ട് ലെഫ്റ്റ് സെറ്റ് ചെയ്യാം. ഫ്രണ്ട് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടിവിയുടെ ഹൈറ്റിൽ ഒന്നുകിൽ ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോർണർ വേണമെങ്കിൽ അവിടെ കൊടുക്കുക. ഇതിന്റെ മേലോട്ട് പോവാതെ നോക്കുക. നമുക്ക് സൗണ്ട് എവിടുന്നോ വന്നാ പോരാ, നമ്മൾ ക്ലിയർ ആയിക്കണം ഇത്രയും പൈസ ചെലവാക്കിയാൽ. അപ്പൊ ഇവിടെയോ അവിടെയോ FL സെറ്റ് ചെയ്യാം, ഫ്രണ്ട് ലെഫ്റ്റ്. ഇവിടെയോ FR സെറ്റ് ചെയ്യാം. ഇതേ ഹൈറ്റ് തന്നെ പോയിട്ട് നമ്മളുടെ സറൗണ്ട് റൈറ്റ് ഫിറ്റ് ചെയ്യാം, SR. അതേപോലെ തന്നെ നമ്മളുടെ സറൗണ്ട് ലെഫ്റ്റ് ഫിറ്റ് ചെയ്യാം, SL ഫിറ്റ് ചെയ്യാം. ഇനിയുള്ളത് സെൻട്രൽ സ്പീക്കർ ആണ്. സെൻട്രൽ സ്പീക്കർ നമ്മൾ ഈ ഹൈറ്റിൽ ടിവിയുടെ നേരെ താഴെ, അതായത് ടിവിയുടെ നേരെ താഴെ ഒരു സ്ഥലം കണ്ടെത്തുക. അതില്ലെങ്കിൽ സെൻട്രൽ സ്പീക്കർ ഇവിടെ കാണുക. സെൻട്രൽ സ്പീക്കർ ഏത് വേണമെന്നുള്ളത് ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ടൈപ്പ് വേണമെങ്കിൽ, ഹെവി ആണെങ്കിൽ ഇവിടെ താഴത്ത് വെക്കുക. ആ ടിൽറ്റ് ചെയ്തിട്ട്, അതായത് നമ്മളുടെ ഇയർ ലെവലിൽ, അതായത് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ചെവിക്ക് കേൾക്കാൻ ഇങ്ങനെ ടിൽറ്റ് ഇട്ടാൽ നമുക്ക് കറക്റ്റ് ഇയർ ലെവൽ കിട്ടും. ഇവിടെയാണ് വെക്കുന്നത് വെച്ചാൽ കറക്റ്റ് നേരെ വെച്ചാൽ മതി. നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് സെൻട്രൽ സ്പീക്കർ ഉണ്ടാക്കുമ്പോൾ ഇയർ ലെവലിലാണ് ഉണ്ടാക്കുക. പിന്നുള്ള അടുത്ത സബ്വൂഫർ ആണ്. ഞാൻ എല്ലാവരോടും പറയാണ്, ഇനിയിപ്പോ വില കൂടിയ ഓഡിയോ സെറ്റപ്പ് ആയാലും വില കുറഞ്ഞതായാലും നമ്മൾ സബ്വൂഫർ ഇവിടെ വെക്കരുത്. സബ്വൂഫർ വരേണ്ടത് ഏതെങ്കിലും ഒരു കോർണറിലാണ്. അപ്പൊ നിങ്ങൾക്ക് അത് വെക്കാൻ പ്ലഗ് പോയിന്റ് അവിടെ ഇല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കോഡ് എന്തോ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കുക. അല്ലാതെ ഇവിടെ വെച്ചിട്ട് പെർഫോമൻസ് കിട്ടുന്നല്ല, അതിനോട് കാര്യമില്ല. നിങ്ങൾക്ക് ഈ സബ് എന്നുള്ള സൗണ്ട് അല്ല കേൾക്കണ്ടേ, നിങ്ങൾക്ക് മറ്റുള്ളതിന്റെ സൗണ്ടിന്റെ ബേസ് ഇതിൽ കൂടി ബ്ലെൻഡ് ആയിട്ടാണ് കേൾക്കേണ്ടത്. അപ്പൊ ഈ സബ്വൂഫർ ഇവിടെ വെക്കുന്നതിന് പകരം നമ്മളിവിടെ ഈ കോർണറിലാണ് വെക്കുന്നത്. അപ്പൊ കോർണറിൽ എവിടെയും വെക്കുമ്പോൾ അടുത്ത വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാ വയറുകളും തികയില്ല. ഇപ്പൊ സറൗണ്ട് റൈറ്റ് ഇതിലെ അങ്ങനെ അങ്ങോട്ട് കയറിപ്പോകും. പക്ഷെ സറൗണ്ട് ലെഫ്റ്റ് ഇവിടുന്ന് പോകേണ്ടത് ഇതിൽ കൂടെ പോയിട്ട് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇതിലെ പോയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് 4 മീറ്ററോളം അധികം വയർ വേണ്ടി വരും. അതേപോലെ ഇപ്പൊ സെന്റർ ആയാലും ഫ്രണ്ട് ലെഫ്റ്റ് ആയാലും നമുക്ക് എക്സ്ട്രാ വരുന്ന ആ ദൂരം കൂടുതൽ വരുമ്പോൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യേണ്ടി വരും. എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ നമ്മൾ എന്തായാലും ഒരു സാധാരണ ലോക്കൽ വയർ ഉപയോഗിക്കരുത്. ഇതിപ്പോ ഒരു സാധാരണ ആവറേജ്
വോൾട്ടേജ് സ്പീക്കർ വയറാണ്. സാധാരണ ഒരു കുറഞ്ഞ ദൂരത്തിനൊക്കെ ഇത് മതിയാവും. കുറച്ച് കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള 180 വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം. ഹോം തിയേറ്ററിന് കയറുന്നിടത്തുള്ളതിന് അതിന് എത്ര ദൂരം വരെ കമ്പനി സോക്കറ്റ് ഇട്ടുണ്ടാവും അവിടെ വരെ കൊണ്ടുപോയിട്ട് ഇതിന് ഒരു ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്യാം. കേബിളിന്റെ മുകളിൽ മെയിൽ സോക്കറ്റ് ഉണ്ടാവുക, അപ്പോൾ ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്യാം. അതേ അറ്റത്ത് ഇവിടെ എത്തുന്ന മറ്റേ അറ്റത്ത് ഒരു മെയിൽ സോക്കറ്റ് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കുത്തിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ആ എക്സ്റ്റൻഷൻ കിട്ടി, ലോസ് ഇല്ലാതെ. സബ്വൂഫറോടെ വെച്ച് താഴത്ത് ഒരു പോയിന്റ് നമ്മൾ കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അവിടുന്ന് നമുക്ക് അത് കറക്റ്റ് പോയിന്റ്, അതായത് സ്വീറ്റ് സ്പോട്ട് എന്ന് പറയും. അപ്പോൾ ആ സ്പോട്ടിലാണോ സബ്വൂഫർ നിൽക്കണതെന്ന് അറിയാൻ നമുക്കിപ്പോ ഫുൾ വീട് നിറച്ചും അല്ലെങ്കിൽ പുറത്തും ഒക്കെ ഒരേപോലെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ കോർണറിൽ തന്നെ വെച്ചാൽ മതി. നമുക്ക് നമ്മളുടെ സീറ്റിംഗ് പോയിന്റിൽ കറക്റ്റായി കിട്ടാൻ സബ്വൂഫർ ക്രോൾ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. ഒരുപാട് മറ്റ് വീഡിയോകളിലുണ്ട്, ചാനലുകളുണ്ട്, വീഡിയോസിലുണ്ട് ഈ ക്രോൾ എങ്ങനെയാണ്. ആ ക്രോൾ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് സബ്വൂഫർ പോയിന്റ് കണ്ടെത്തി അവിടെ വെച്ചിട്ട് നമ്മൾ സീറ്റിംഗ് പോയിന്റിൽ ഇരുന്നിട്ട് മൂവി കാണുകയാണെങ്കിൽ, പാട്ട് കേൾക്കുകയാണെങ്കിൽ, എന്ത് തന്നെ ആയാലും അതിലും നല്ലൊരു സ്പോട്ട് ആ റൂമിൽ ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം, ആ റൂമിൽ സ്പോട്ടുകൾ ഒരുപാട് ഉണ്ടാവും. അതിൽ നമുക്ക് ഏത് തരം ഫ്രീക്വൻസിനോടാ താല്പര്യം വെച്ചാൽ അതിനനുസരിച്ചുള്ള സ്ഥലത്ത് വേണം നമ്മൾ സബ്വൂഫർ വെക്കാൻ. ചിലപ്പോൾ അത് റൈറ്റ് കോർണറിന് പകരം ലെഫ്റ്റ് കോർണറിലേക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്നും ചെയ്ത് കാണിക്കാതെ വെറുതെ പറഞ്ഞു പോകണത് എന്താ വെച്ചാൽ ഇവിടെ ഇത് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പണി അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാം, കേൾക്കാം, എക്സ്പീരിയൻസ് ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ അത് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കാൻ. പക്ഷെ പ്രാക്ടിക്കൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ അത്രയും ഉദാഹരണ സഹിതമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സ്പീക്കർ പോയിന്റുകളുണ്ട്, ലൈറ്റ് പോയിന്റ് ഉണ്ട്, സൈഡിലൊക്കെ ലൈറ്റ് പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ ചെയ്യാനുള്ളത് കാലി റൂമാണ്. അപ്പൊ അതിന് ഇവിടെ ബേസ് ട്രാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ അക്വാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള സാധനങ്ങൾ വെച്ച് ഇതൊക്കെ ഒഴിവാക്കി സൗണ്ട് കറക്റ്റ് ക്ലിയർ ചെയ്തെടുക്കണം. ഇതിപ്പോ പെട്ടെന്നാണ് ചെയ്ത് തുടങ്ങി കഴിയുന്ന കാര്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അപ്പൊ കുറച്ച് സമയം കൊണ്ട് അതൊക്കെ ചെയ്ത് കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കാൻ. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്ലേ കാണിക്കാം. അപ്പൊ സബ്വൂഫർ സെറ്റ് ചെയ്യാൻ സബ്വൂഫർ ക്രോൾ ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ വേണം അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം.